Hi friends, welcome to Garam Masala, the magic spices of cooking. ബീഫ് പുലാവ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും സ്വാദിഷ്ടവുമായ ബീഫ് പുലാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ചൂടായ പാനിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒരു വലിയ സവാള ഇവ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം കാഷ്യൂ നട്ടിനെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ടും റൈസൻസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഈ സവാളയും ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 2 ഏലക്ക, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ബേ ലീഫ്, 1/2 ടീസ്പൂൺ സഹജീരകം, 4 ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 കപ്പ് സവാള ഇവ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർക്കാം. ഇതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ ഇതിനെ നമുക്ക് വഴറ്റാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയെ കൂടി നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി പൗഡറുകൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. ഈ പൗഡറിൻ്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബീഫിനെ മസാലയുമായി നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുക്കുന്നത്. അതിനുവേണ്ടി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബസ്മതി റൈസാണിത്. നമുക്കിതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം മല്ലിയില, പുതിന ഇല ഇവ കൂടെ ചേർക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിലായി നമ്മുടെ പാൻ വെച്ച് കൊടുത്താൽ മതിയാകും. ഇതിനെ 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂ നട്ടും റൈസൻസും പുലാവ് വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും.
ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് പുലാവ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.